നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും മല്ലു ഹെൽപ്പ് ലൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ അഡോബിന്റെ ഒരു എറർ വന്നുകൊണ്ടിരിക്കും. അതായത് ജെന്യൂൻ സർവീസ് ആയിട്ട് നിങ്ങളുടെ ഇത് കഴിഞ്ഞു പറഞ്ഞിട്ട് ഒരു എറർ വന്നുകൊണ്ടേയിരിക്കും. പോപ്പപ്പ് ക്ലോസ് ചെയ്യാനും പറ്റില്ല. ഇത് എപ്പോഴാണ് വരിക എന്ന് വെച്ചാൽ നമ്മുടെ യൂസ് ചെയ്യുന്ന അഡോബിന്റെ ഏതെങ്കിലും പ്രൊഡക്ട്സിന് ലൈസൻസ് എക്സ്പയർ ആവുക, അല്ലെങ്കിൽ നമ്മൾ ക്രാക്ഡ് വേർഷൻ ഓഫ് യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ സമയത്തൊക്കെ ഈ എറർ വരിക. ഇപ്പോൾ ഈ ലൈസൻസ് എക്സ്പയർ സമയത്ത് ഈ വരുന്ന എറർ ഉണ്ടല്ലോ, നമുക്ക് ചില സമയത്ത് ടെൻഷൻ ആവും, ക്ലോസ് ചെയ്യാനേ പറ്റില്ല. എന്നാൽ ഞാൻ എറർ കാണിച്ചു തരാം. എനിക്ക് എന്റെ സിസ്റ്റത്തിൽ ഇങ്ങനെയാണ് വരുന്നത്. വേറെ പല രീതിയിലും വരുന്നത്, എന്ത് ചെയ്താലും ക്ലോസ് ആവില്ല, പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് എങ്ങനെയാണ് ക്ലോസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇത് എങ്ങനെ ക്ലോസ് ചെയ്യാൻ വെച്ചാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്യണം. ഓക്കെ, ടാസ്ക് മാനേജറിന് നമ്മൾ വിൻഡോസിൽ നമ്മൾ ജസ്റ്റ് ടാസ്ക് മാനേജർ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ആൾട്ട് കൺട്രോൾ ഡിലീറ്റ് കൊടുത്താലും ടാസ്ക് മാനേജർ അവിടെ നിന്ന് എടുക്കാം. നമുക്ക് ഇപ്പോൾ ടാസ്ക് മാനേജർ വന്നല്ലോ, ഇതിൽ നമുക്ക് പ്രോസസ്സിൽ നമുക്കിത് റൺ ആവുണ്ടാവും. ആപ്സിൽ കണ്ട ഫസ്റ്റ് അഡോബ് ജെന്യൂൻ സോഫ്റ്റ്വെയർ ക്ലയന്റ് എന്ന് പറഞ്ഞിട്ട് സാധനം റൺ ആവുന്നുണ്ട്. ഈ സാധനം നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെയാണ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, എൻ ടാസ്ക് എന്ന് കൊടുക്കുന്നു. എൻ ടാസ്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സോഫ്റ്റ്വെയർ ക്ലോസ് ആവും. ഓക്കെ, അത് ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത് ക്ലോസ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു പ്രോസസ്സും ക്ലോസ് ആവും. ഇവിടുന്ന് സ്ക്രീനിൽ നിന്ന് അതും പോയി, കണ്ടില്ലേ? അതിനുശേഷം ഇപ്പോൾ ആ ഒരു പ്രോസസ്സ് ക്ലോസ് ആയി, അഡോബ് ആ ഒരു സോഫ്റ്റ്വെയർ മൊത്തം ക്ലോസ് ആയി. ഇനി ഇത് വരാതിരിക്കാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ വീണ്ടും സ്റ്റാർട്ടില് കൺട്രോൾ പാനൽ എടുക്കുക. ഓക്കെ, സോ നമ്മൾ കൺട്രോൾ പാനൽ എടുത്തു കഴിഞ്ഞാൽ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് പ്രോഗ്രാംസ് കാണും. ഈ പ്രോഗ്രാംസിൽ ക്ലിക്ക് ചെയ്യുക. പ്രോഗ്രാംസ് ആൻഡ് ഫീച്ചേഴ്സ് പറഞ്ഞ സെക്ഷനിൽ പോവുക. ഈ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ അഡോബ് ജെന്യൂൻ സർവീസ് എന്ന് പറയുന്ന ഈ സെക്ഷൻ കാണും. സോ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക. അൺഇൻസ്റ്റാൾ എന്ന് കൊടുത്തിട്ട് ഇത് അൺഇൻസ്റ്റാൾ ചെയ്യുക. ഇത് കണ്ടോ, ഇത് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യാം. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. ഈ എറർ, അതായത് ലൈസൻസ് എക്സ്പയർ ആയോ എന്നും കാര്യങ്ങൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഇത് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, സോ ഇത് അൺഇൻസ്റ്റാൾ ആവാൻ കുറച്ച് സമയമാവും. ഇതാ അൺഇൻസ്റ്റാൾ ആയി പോയി. ഇനി ആ ഒരു എറർ മെസ്സേജ് നിങ്ങളുടെ സിസ്റ്റത്തേക്ക് വരില്ല. ഓക്കെ, സോ ഇത് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ മെത്തേഡാണ്. സോ നിങ്ങൾക്കും ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഒരു ചെറിയ വീഡിയോ ആണ്, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റുള്ള രസകരമായ കണ്ടുപിടി നമ്മൾ വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടർക്കും നന്ദി, നമസ്കാരം.